ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരക്കപ്പ് ചെറുപയർ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നല്ലൊരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നമ്മൾ എപ്പോഴും പറയും പോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ചെറുപയർ തന്നെയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് ചെറുപയർ ഏകദേശം 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ്. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് പാകത്തിനായി വന്നാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതാണ്. ഇതുകൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളർ ഒരുപാട് അങ്ങ് മാറാനായിട്ട് നിൽക്കണ്ട. തേങ്ങയുടെ വെള്ളം ഒന്ന് പറ്റി വന്നാൽ മാത്രം മതിയാവും. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി പാകത്തിനായി വരുന്ന സമയത്ത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബ്രൗൺ ഷുഗറാണ്. ഏകദേശം 4 ടേബിൾ സ്പൂണോളം ബ്രൗൺ ഷുഗർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗറിന് പകരം സാധാ ശർക്കര തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്ക പൊടിച്ചത് കൂടി നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറും തേങ്ങയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചെറുപയർ കൊണ്ടുള്ള ഈ ഒരു പലഹാരം ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയുടെ കൂടെയോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്